ഇതാണ് പുനലൂർ റെയിൽവേ സ്റ്റേഷൻ. പുനലൂർ മുതൽ തെങ്കാശി വരെയുള്ളൊരു യാത്രാനുഭവം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു യാത്ര തന്നെയാണ്. കുറേ കാലങ്ങളായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പുനലൂർ മുതൽ ചെങ്കോട്ട വരെയുള്ള യാത്രയൊന്ന് അനുഭവിച്ചറിയുക എന്നുള്ളത്. ഇന്നെന്തായാലും അതങ്ങോട്ട് പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാനിവിടെ നിന്ന് കയറിയിട്ടുണ്ട്. ബാക്കി അനുഭവങ്ങൾ വഴിയേ പറഞ്ഞു തരാം. ഈ കാണുന്ന റോഡുണ്ടല്ലോ, ഇത് ചെങ്കോട്ട മുതൽ കൊല്ലം വരെയുള്ള ഒരു പ്രധാന ഹൈവേ ആണ്. ഹൈവേ നമ്പർ 208. തമിഴ്നാട്ടിൽ നിന്ന് നേരെ കൊല്ലം, പുനലൂർ, കൊട്ടാരക്കര ഭാഗത്തേക്ക് പോകുന്ന ചരക്ക് ലോറികളും മറ്റും പോകുന്നത് പ്രധാന റോഡാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ഭാഗത്തുള്ളവർക്കൊക്കെ ഒരു വൺ ഡേ ടൂറ് ഈ വഴി മാത്രം തിരഞ്ഞെടുത്തൊന്ന് യാത്ര ചെയ്താൽ വല്ലാത്തൊരു അനുഭവമായിരിക്കും. പ്രത്യേകിച്ച് ഒരു ജൂൺ മാസം മുതൽ ജനുവരിക്കുള്ളിൽ ആ പച്ചപ്പ് നിലനിൽക്കുന്ന ഈ സമയത്ത് വരുമ്പോഴാണ് ഇതിൻ്റെ കാഴ്ച അതിമനോഹരമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിലൂടെ മലനിരകളുടെ ഒരു പകുതി ഭാഗം മല മുകളിലേക്കും ബാക്കി ഭാഗം ഒരുപാട് താഴത്തേക്കുമാണ്. വലിയ വലിയ ഗർത്തങ്ങളാണ് ഇവിടുന്ന് നോക്കിയാൽ തന്നെ. അതുപോലെ കണ്ടില്ലേ തുരങ്കങ്ങൾ. ഈ ചെങ്കോട്ട എത്തുമ്പോഴേക്കും 5 തുരങ്കങ്ങളാണ് ഈ റൂട്ടിലുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേക വൈബാണ് ഇത് കൂടി യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ. മെയിനായിട്ട് ഈ റൂട്ടിലൂടെ വരാനുണ്ടായ കാരണം തന്നെ ഈ പാലം ഉണ്ടല്ലോ, ഇത് കാണാൻ വേണ്ടി തന്നെയാണ്. 13 കണ്ടറ പാലം എന്നാണ് ഇതിന് പറയുക. 13 ഈ ആർച്ചുകൾ ഇങ്ങനെയുണ്ട്, അങ്ങനെ 13 എണ്ണം. പഴയ ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയാണ്. അപ്പോൾ ഇത് ഒന്ന് കാണലാണ് എൻ്റെ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം. ഒരുപാട് സിനിമകൾ ഈ സീൻ, ഒരുപാട് പാട്ട് സീനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഇത് നിർത്തിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ നല്ല, എന്തായാലും തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇറങ്ങി ഇതൊന്ന് ഷൂട്ട് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. കൊല്ലം മുതൽ ചെങ്കോട്ട വരയ്ക്ക് 92 കിലോമീറ്ററാണ്. അങ്ങനെ ഈ 92 കിലോമീറ്ററിൽ ഈ പുനലൂർ കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗങ്ങളാണ് നമുക്ക് കാണാനുള്ള മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത്. ഈ പുനലൂരിന് ശേഷം ഈ ട്രെയിനിലൊരു ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഹൈ റേഞ്ചിലൂടെയുള്ള യാത്രയാകുമ്പോൾ ഈ ബോഗികൾ കംപ്ലീറ്റ് വലിച്ചു കൊണ്ടുപോയി ഒരു എഞ്ചിന് സാധിക്കാതെ വരുന്നുണ്ട്. അങ്ങനെ പുനലൂരിൽ നിന്ന് മറ്റൊരു എഞ്ചിനും കൂടി ഘടിപ്പിച്ചിട്ടാണ് യാത്ര തുടരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു എൻജിൻ മറ്റു സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ബാക്കിൽ കൊളുത്തിയിട്ടിരിക്കുക മാത്രമാണെന്നാണ്. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഹൈ റേഞ്ച് കയറണമെങ്കിൽ 2 എഞ്ചിൻ വേണം. ഒന്ന് പുറകിൽ നിന്നും പുഷ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ പുറകിലാണ് കയറിയിരിക്കുന്നത്, അതുകൊണ്ട് മുന്നിലെ എഞ്ചിൻ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. പുറകിലെ എഞ്ചിൻ ഞാനിതപ്പോൾ കാണിച്ചു തരാം. ഇതാണ്ട പുറകിലെ എഞ്ചിൻ വരുന്നുണ്ട. അങ്ങനെ ഈ തുരങ്കം കൊണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ കണ്ടോ, ഇത് എവിടെ സ്ഥലം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു യാത്ര ഉണ്ടല്ലോ, ഈ യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രകൃതി രമണീയമായിട്ടുള്ള ഈ കുന്നുകളും കുഴികളും ഈ പാലങ്ങളും തുരങ്കങ്ങളും ഇതൊക്കെ കാണുക എന്നുള്ളത് തന്നെയാണ്. കേരളത്തിൽ മറ്റെവിടെ ഏത് റൂട്ട് കൂടി പോയാലാണ് നമുക്ക് ഇത്രയും കാണാൻ പറ്റുക? ഒരു വൺ ഡേ ട്രിപ്പിന് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിലും മനോഹരമായിട്ടുള്ളൊരു സൈറ്റ്, ട്രെയിനിലൂടെയുള്ള യാത്ര മറ്റെവിടെയും കേരളത്തിലും ഇല്ല, തമിഴ്നാട്ടിലും ഇല്ല. അത്രയ്ക്ക് എനിക്ക് ഉറപ്പ് തരാൻ കഴിയും. കാരണം അത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ വേണം ഇത് കൂടി യാത്ര ചെയ്യാൻ. പിന്നെ ഈ ട്രെയിനിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ യാത്രക്കാരൊന്നുമില്ല, ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. എത്ര യാത്രക്കാർക്ക് വേണമെങ്കിലും നമുക്ക് ഫ്രണ്ട്സുമായിട്ട് വരാം, ഉല്ലസിക്കാം. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു പാലമാണിത് ഈ കാണുന്നത്. പക്ഷേ ഇതൊന്നും എനിക്ക് ക്യാമറ അങ്ങോട്ട് പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇതുപോലെ നിരവധി പാലങ്ങളാണ് ഈ റൂട്ടിലുള്ളത്.
ട്രെയിനിൻ്റെ സ്പീഡ് വളരെ കുറവായതുകൊണ്ട് നമുക്ക് ഈ വിഷ്വലൊക്കെ നമുക്ക് കണ്ടുപോകാൻ ഒരുപാട് സമയമുണ്ട്. കൂടുതൽ സ്പീഡിൽ ഈ റൂട്ടിൽ പോകാൻ പറ്റില്ല എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഈ റൂട്ടിന്. ഒരുപാട് തിരിവുകളാണ്. ഒരു തിരിവ് കഴിയുമ്പോഴേക്കും തന്നെ അടുത്ത തിരിവ്. ഇത് ആ കാണുന്നത് വേറൊരു പാലമാണ്. അതുകൂടി വേണം ഈ ട്രെയിൻ ഇങ്ങനെ തിരിഞ്ഞ് അവിടേക്ക് എത്താൻ. എയർ ഡിസ്റ്റൻസ് വളരെ കുറച്ചാണെങ്കിലും അവിടേക്ക് കിലോമീറ്റർ കണക്കിന് ദൂരമുണ്ട്. അത് ഒരുപാട് ഈ മലയെ ചുറ്റിയിട്ട് വേണം അവിടേക്ക് എത്താൻ. കണ്ടോ, അടുത്ത തുരങ്കത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഈ തുരങ്കങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ നമുക്ക് അതിശയമൊന്നുമില്ലെങ്കിലും നമ്മളത് ചിന്തിക്കേണ്ടത് 1873 ഈ റെയിൽപാളത്തിൻ്റെ പണി തുടങ്ങിയത്. 1902 ആദ്യ ചരക്കു തീവണ്ടി ഈ പാളത്ത് കൂടി യാത്ര ചെയ്യുകയും ചെയ്തു. അങ്ങനെ 29 കൊല്ലത്തെ ഒരു പ്രയത്നമാണ് ഈ റൂട്ട് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. ആ കാലത്ത് ഈ തുരങ്കത്തിൻ്റെയൊക്കെ പണി ചെയ്തിരുന്നതും അത് എങ്ങനെയായിരുന്നു എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. ഇന്നത്തെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ കുതിരാൻ തുരങ്കം പോലുള്ള ഒരുപാട് തുരങ്കങ്ങൾ, കൊങ്കൺ തുരങ്കങ്ങൾ, അങ്ങനെ നിരവധി തുരങ്കങ്ങൾ വളരെ പെട്ടെന്ന് 2-3 വർഷം കൊണ്ടൊക്കെ പണി തീർക്കും, കിലോമീറ്ററുകളോളം. പക്ഷേ ഒരു ടെക്നോളജിയും ഇല്ലാത്ത ആ കാലത്ത് 1873 അന്ന് ഇത് യാഥാർത്ഥ്യമാക്കിയെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എൻജിനീയേഴ്സ് ബ്രിട്ടീഷുകാരാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷുകാരും തിരുവിതാംകൂർ മഹാരാജാവും മദ്രാസിൻ്റെ ഭരണാധികാരികളും എല്ലാം സംയോജിച്ചിട്ടാണ് ഈ പാത പൂർത്തിയാക്കിയിട്ടുള്ളത്. 1902 ആദ്യത്തെ ഗൂഡ്സ് ട്രെയിൻ ഓടി തുടങ്ങിയെങ്കിലും യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിൻ ഓടിയത് 1904 1904 മുതൽ യാത്രക്കാരെ വഹിച്ചുകൊണ്ടുള്ള ട്രെയിനും ഈ വഴി യാത്ര തുടർന്നു എന്ന് പറയപ്പെടുന്നു. അന്ന് മീറ്റർ ഗേജ് പാതയായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 2022 കൂടിയിട്ടൊക്കെ വൈദ്യുതീകരിച്ച് ബ്രോഡ് ഗേജ് പാതയാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും സിംഗിൾ ലൈനാണ്. പുനലൂർ മുതൽ ഇടമൺ വരേക്കും 2 വരി പാതയും അതിനുശേഷം സിംഗിൾ ലൈനാണ്. ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴേക്കാണ് മറ്റൊരു ട്രെയിൻ വരികയാണെങ്കിൽ അതിനെ പിടിച്ചിടുന്നതിന് വേണ്ടി ഡബിൾ ട്രാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടുതൽ വ്യാപാരികൾക്കാണ്, കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വ്യാപാരികൾക്കാണ് ഈ ട്രെയിൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. ഈ വഴി ഇങ്ങനെ ചെങ്കോട്ട കഴിഞ്ഞാൽ മധുരയിലേക്ക്, കൊല്ലത്തു നിന്ന് മധുരയിലേക്ക് പോകുന്നതിന് ഏറ്റവും ഷോർട്ടായിട്ടുള്ളൊരു റെയിൽപാത കൂടിയാണിത്. കൊല്ലത്തു നിന്ന് മധുരയിലേക്ക് ഒരു 6-6.5 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഇത് ഈ പോകുന്നത് സ്റ്റോപ്പല്ല, ഇത് വളരെ സ്ലോവിൽ ഈ റോഡ് കൂടി പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഈ ട്രെയിൻ ഇങ്ങനെ പോകുന്നത്. കാരണം ഈ ചെങ്കോട്ട കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മറ്റ് റെയിൽപാളകളും അവിടെ കൂടിച്ചേരും. പിന്നെ സാധാരണ നമ്മൾ സഞ്ചരിക്കുന്ന 100, 120, 140 കിലോമീറ്ററിൽ അവിടെ നിന്ന് അങ്ങോട്ട് സഞ്ചരിക്കാൻ കഴിയും. ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ഹെലി വ്യൂ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഹെലിക്യാം എടുക്കാൻ പറ്റാത്തത് കാരണം എന്തായാലും അതിന് പറ്റിയിട്ടില്ല. വീണ്ടും എന്നെങ്കിലും ഈ വഴിക്ക് വരികയാണെങ്കിൽ ഒരു ഹെലി വ്യൂ കൂടി എടുക്കണമെന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരെ, ഞാൻ ട്രെയിൻ ഇറങ്ങി ഈ പാലം കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വഴിക്കൊരു യാത്ര ചെയ്യുകയാണ്. ഇതാണ് 13 കണ്ടറ പാലത്തിൻ്റെ ഏറ്റവും അടുത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. കണ്ടോ, കരിങ്കല്ല് കൊണ്ട് കെട്ടിപ്പൊക്കി ഏറ്റവും മുകളിൽ ഇപ്പോൾ ഈ അടുത്ത 2022 കാലഘട്ടത്തിൽ ഒന്നുകൂടി ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കോൺക്രീറ്റ് ചെയ്ത് ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. 1873, 1902 കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക്, അതായത് 29 വർഷ കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് നിർമ്മിച്ചിട്ടുള്ള 100-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ഈ കല്ലിൻ്റെ പില്ലറുകളിലൂടെയാണ് ഇന്നും ട്രെയിൻ പോകുന്നത് എന്നുള്ളത് അതിശയമുള്ള കാര്യം തന്നെയാണ്. നമുക്കറിയാം എറണാകുളത്ത് പാലാരിവട്ടം പാലമൊക്കെ, പുതിയ പാലമൊക്കെ തകർന്നു പോയത്. അതൊക്കെ ഓർക്കുമ്പോൾ അന്നത്തെ ടെക്നോളജിയുടെ ഒരു ബലം, അതിൻ്റെ കരുത്ത്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എൻജിനീയേഴ്സ്, അവരെയൊക്കെ നമുക്ക് സ്മരിക്കാതിരിക്കാൻ ഒരുവിധ നിവർത്തിയില്ല. ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു, ആൽബം ഷൂട്ട് ചെയ്യുന്നു, ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനാകുന്നു. തമിഴ് സിനിമകൾ, മലയാള സിനിമകൾ, അങ്ങനെ ഒരുപാട് സിനിമകൾ ഈ വിഷ്വൽ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് മുതലേ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു ആഗ്രഹമാണ് ഈ റൂട്ടിന് പോകുമ്പോൾ ഇവിടെ വരണം, അല്ലെങ്കിൽ ഇതിനായിട്ടൊന്ന് ഇവിടേക്ക് വരണം എന്ന് ഞാൻ തീർച്ചപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ട്രെയിൻ യാത്ര നടത്തിയത് തന്നെ. ഈ റൂട്ടിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതല്ലാതെ മറ്റൊന്നും പറയാനില്ല. കാരണം ഇവിടെ വന്ന് കാണണം. കാരണം പണ്ടൊക്കെ നമ്മൾ ആൽബങ്ങളിലും സിനിമയിലൊക്കെ കാണുമ്പോൾ ഈ മരങ്ങളൊന്നും ഇത്ര വളർന്ന് നിൽക്കാതെ ഒരു ലോങ് ഷോട്ടിൽ നമുക്കെല്ലാം കിട്ടിയിരുന്നു. ഇപ്പോൾ മരങ്ങൾ വളർന്നതോട് കൂടിയിട്ട് നമുക്ക് ലോങ് വിഷ്വൽ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടുകെട്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ പാലമൊക്കെ ഞാൻ കണ്ടു, വളരെയധികം ഹാപ്പിയായി. ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും
ഈ പുനലൂർ മുതൽ ചെങ്കോട്ട വരെയുള്ള ഈ പാതയിലൂടെ സഞ്ചരിക്കണം. ഇത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ഇതും ഈ പോകുന്ന വഴിക്ക് കണ്ട ഒരു മനോഹരമായിട്ടുള്ളൊരു പാലമാണ്. ഇതും ബ്രിട്ടീഷുകാരുടെ നിർമ്മിതി തന്നെയാണ്. പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ അതങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വഴി വന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പോകാത്തവരുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ഈ പച്ചപ്പ് നിലനിൽക്കുമ്പോൾ തന്നെ പോകാനും ശ്രമിക്കുക. താങ്ക്